PM ശ്രീ വിവാദത്തിന്റെ അലയൊലികൾ ഇടതുമുന്നണിയിൽ പൂർണ്ണമായും അവസാനിച്ചു. മുഖ്യമന്ത്രിയുടെ ക്ഷേമ പദ്ധതി പ്രഖ്യാപനങ്ങൾ എല്ലാ വിവാദങ്ങളെയും പരിഹരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളുടെ പിരിമുറുക്കം പൂർണ്ണമായി ഇടതുമുന്നണിയെ വിട്ടുപോയിട്ടില്ല എന്നാണ് ഇന്ന് വന്ന വാർത്തകളിൽ തെളിയുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം വൈകാരികമായിരുന്നു. CPI നേതാവ് പ്രകാശ് ബാബുവിന്റെയും AYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോന്റെയും ഖേദപ്രകടനവുമെല്ലാം ഇന്ന് PM ശ്രീയെ ചുറ്റിപ്പറ്റി വന്നു. മറുവശത്ത് മുഖ്യമന്ത്രിയുടെ ക്ഷേമ പദ്ധതി പ്രഖ്യാപനങ്ങളും പ്രധാന രാഷ്ട്രീയ ചർച്ചയാവുകയാണിന്ന്. ആദ്യത്തെ അന്താളിപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന പരിഹാസം തൊടുത്താണ് കോൺഗ്രസിന്റെ എതിർപ്പ്. ജനങ്ങളുടെ സംതൃപ്തി മാത്രം ലക്ഷ്യമിട്ടുള്ള ആത്മാർത്ഥമായ ഇടപെടലെന്നായിരുന്നു പദ്ധതികളുടെ പ്രഖ്യാപനമെന്ന് സർക്കാരും വിശദീകരിക്കുമ്പോൾ ആദ്യം നോക്കാം RDX റാപ്പ്. PM ശ്രീ വിവാദത്തിൽ CPI-CPIM നേതൃത്വത്തിൽ ഒത്തുതീർപ്പും ധാരണയുമായെങ്കിലും മുന്നണിയെ ഉലച്ച തർക്കത്തിന്റെ അലയൊലികൾ ഇനിയും പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. വൈകാരികമായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. കാർഷിക സർവകലാശാല വിഷയത്തിൽ കൃഷി വകുപ്പിനെതിരായ നിലപാടിൽ നിന്ന് SFI അയഞ്ഞിട്ടുമില്ല. എന്നാൽ വിവാദങ്ങൾക്കിടയിലെ മുഖ്യമന്ത്രിയുടെ വമ്പൻ പ്രഖ്യാപനങ്ങൾ PM ശ്രീയിലെ വലിയ പൊട്ടിത്തെറികൾ മറയ്ക്കാൻ സഹായകമാകുകയും ചെയ്തു. അതേസമയം PM ശ്രീ ഒത്തുതീർപ്പ് ചർച്ചകൾക്കിടെയുണ്ടായ പ്രകാശ് ബാബു MA ബേബി അസ്വാരസ്യം ഇരു നേതാക്കളും പരസ്പരം പറഞ്ഞു തീർക്കുകയും ചെയ്തു. ക്ഷേമ പദ്ധതി പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണെന്ന പ്രതിപക്ഷ വിമർശനം മുന്നണി ഒന്നിച്ച് നേരിടുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളല്ല, മറിച്ച് അധികാരത്തിലെത്തും മുൻപ് ഇടതുപക്ഷം വാഗ്ദാനം ചെയ്ത ക്ഷേമ പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. അടുത്ത സർക്കാരിന്റെ മേൽ ഉത്തരവാദിത്തം വെച്ചുകൊടുത്തുവെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ ഏറെ വെല്ലുവിളികൾ ഉണ്ടായിട്ടും സർക്കാർ മുന്നോട്ടു പോകുന്നത് ജനങ്ങളുടെ മാത്രം സംതൃപ്തി ലക്ഷ്യമിട്ടാണെന്ന് ധനമന്ത്രിയും ആവർത്തിക്കുന്നു. കാലാവധി തീരും മുൻപ് പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളെല്ലാം നടപ്പാക്കാനാകുമെന്ന ആത്മവിശ്വാസമാണ് സർക്കാർ പങ്കുവയ്ക്കുന്നത്. RDX റാപ്പ് ന്യൂസ് മലയാളം. PM ശ്രീ വിവാദത്തിൽ CPI നേതാക്കളുടെയും പോഷക സംഘടനകളുടെയും ഭാഗത്തു നിന്നുണ്ടായ സമീപനത്തെപ്പറ്റി മന്ത്രി വി ശിവൻകുട്ടി വൈകാരികമായാണെന്ന് പ്രതികരിച്ചത്. 3 സംഘടനകളാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക്. മന്ത്രി GR അനിൽ തന്നെക്കുറിച്ച് പറഞ്ഞതും ASF, AYF തന്റെ കോലം കത്തിച്ചതും പ്രകാശ് ബാബു MA ബേബി അപമാനിച്ചതും വേദനയുണ്ടാക്കിയെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു. GR അനിൽ നടത്തിയ ഒരു പ്രസ്താവന എന്നെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രകാശ് ബാബു MA ബേബിയെ സംബന്ധിച്ചിടത്തോളം നടത്തിയ വിമർശനം ഒട്ടും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. AYFകാർ എൻ്റെ ഓഫീസിനത്തേക്ക് മാർച്ച് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു. പ്രതിപക്ഷത്തുള്ള ആൾക്കാർ നടത്തുന്നേക്കാൾ രൂക്ഷമായ വിമർശനമാണ് അവർ എന്നെ സംബന്ധിച്ച് നടത്തിയത്. PM ശ്രീയിൽ 2 വള്ളത്തിൽ കാല് വെക്കാതെ നിലപാട് പറയണമെന്ന് കേരള സർക്കാരിനോട് പ്രിയങ്ക ഗാന്ധി MP ആവശ്യപ്പെട്ടു. Yes, and they should decide where they stand on these things. It cannot be one foot this side and one foot the other. They should decide and be clear about where they stand. I don't think there's that clarity right now. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനവും വലിയ ചർച്ചയാവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നാണ് UDFന്റെ ആരോപണം. ഇപ്പൊ കാണിക്കുന്നത് കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയാണ്. CPIയെ കബളിപ്പിക്കുകയാണ്. ഇപ്പൊ എന്ത് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ്? എന്താണ് ഈ മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കാൻ പോകുന്നത്? പരിശോധിക്കേണ്ടത് ഒപ്പുവയ്ക്കുന്നതിന് മുമ്പല്ലേ ഈ സ്കീം എന്താണെന്ന് പരിശോധിക്കേണ്ടത്. ഒപ്പുവെച്ചതിന് ശേഷം പരിശോധിക്കുക, എന്നിട്ട് അതിൻ്റെ സമയം പറയാതിരിക്കുക, അതിൻ്റെ കാല അളവ് പറയാതിരിക്കുക. CPIയെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചത് ജനക്ഷേമം ഉറപ്പാക്കാനാണെന്ന് ധനമന്ത്രി KN ബാലഗോപാലും പറഞ്ഞു. എത്ര ലക്ഷം ആളുകളെ ബാധിക്കുന്ന കാര്യമാണ്. 1 കോടി ആളുകൾക്ക് ഏകദേശം ബെനിഫിറ്റ് കിട്ടുന്ന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് മുട്ട വെച്ചെഴുതിയിട്ടാണോ? ധനകാര്യ വകുപ്പ് ഈ കാര്യത്തിനകത്ത് നോക്കുകയും കണക്കുകൾ പറയുകയും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും ഞങ്ങളെല്ലാം ഞങ്ങളുടെ വകുപ്പിൻ്റെ ഒക്കെ പല കണക്കുകളും നടത്തിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇത് പറയുന്നത് ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഞങ്ങളീ പറയുന്നത് വെറും തെരഞ്ഞെടുപ്പ് വാഗ്ദാനമല്ല, നടത്താവുന്ന കാര്യമാണ് എന്ന ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത്. സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന ആരോപണം മന്ത്രി VN വാസവനും തള്ളി. അതും കൂടെ കേൾക്കാം. അപ്പോൾ ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന് പറയുന്ന അവർക്കുണ്ടാകുന്ന വിഷമത്തിലും അതോടൊപ്പം തന്നെ വേദനയിൽ നിന്നും അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്നുമാണ് അവർ അത്തരത്തിലുള്ള പരാമർശം. സ്വാഭാവികമായിട്ട് പ്രതിപക്ഷം അത് പറയും, അത് പറഞ്ഞോട്ടെ. പക്ഷേ ജനങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമുണ്ട്, ഈ ഗവൺമെൻറ് പറയുന്നതെല്ലാം നടപ്പാക്കുന്നു ഒക്കെ പറയുന്നു.
ഡാറ്റ ഷീറ്റിലേക്കാണ്. കത്തി തീരാതെ പി എം ശ്രീ പുനഃപരിശോധനാ ധാരണയിൽ എത്തിയെങ്കിലും മുന്നണിക്കുള്ളിൽ വിഷയം അവസാനിച്ചിട്ടില്ല. പരാമർശങ്ങളും പ്രതിഷേധങ്ങളുമെല്ലാം ഇരു പാർട്ടികൾക്കും ഇടയിൽ അവമതിപ്പുണ്ടാക്കി. CPIയുടെ വിദ്യാർത്ഥി യുവജന സംഘടനയുടെ സമരത്തിൽ CPIഎമ്മിൽ പരക്കെ അമർഷമുണ്ട്. കാർഷിക സർവകലാശാലയ്ക്കെതിരെ പ്രക്ഷോഭം തുടർന്ന് SFIയുടെ തിരിച്ചടിയും ഇപ്പോഴും തുടരുകയാണ്. പ്രകാശ് ബാബുവിനും ഖേദമുണ്ട്. CPIഎം ജനറൽ സെക്രട്ടറി MA ബേബിക്കെതിരായ പരാമർശത്തിൽ ഫോണിൽ വിളിച്ച് ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു CPIയിലെ മുതിർന്ന നേതാവ് പ്രകാശ് ബാബു. PM ശ്രീ വിവാദത്തിൽ ഇടപെട്ടതിന് ബേബിയോട് നന്ദി അറിയിച്ചു. പ്രത്യേക സാഹചര്യത്തിൽ നടത്തിയ പരാമർശം നേരിൽ കാണാൻ ആഗ്രഹമുണ്ടെന്നും പ്രകാശ് ബാബു ബേബിയോട് പറഞ്ഞു. ചെന്നൈയിലേക്കുള്ള യാത്രയിൽ ആയതിനാൽ പിന്നീട് നേരിൽ കാണാമെന്ന് MA ബേബി പ്രകാശ് ബാബുവിന് തിരിച്ച് മറുപടി നൽകി. പ്രകാശ് ബാബുവും താനും അടുത്ത സൗഹൃദ ബന്ധം ഉള്ളവരെന്ന് MA ബേബി പിന്നീട് പറഞ്ഞു. വിട്ടുവീഴ്ച ഒരു പക്ഷത്തും ഉണ്ടായിട്ടില്ല. PM ശ്രീ ഒത്തുതീർപ്പിന് CPIഎമ്മും CPIയും വിട്ടുവീഴ്ച ചെയ്തെന്ന് MA ബേബി പറയുന്നു. MOU റദ്ദാക്കണം എന്ന ആവശ്യത്തിൽ നിന്ന് CPI പിന്നോട്ട് പോയി. തൽക്കാലം പദ്ധതി നടപ്പാക്കേണ്ട എന്ന നിലയിൽ CPIഎമ്മും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. ഇടതുമുന്നണി തകരാതെ നോക്കി എന്നതാണ് പ്രധാനമെന്നും CPIഎം ജനറൽ സെക്രട്ടറി തുറന്നു പറയുന്നു. ജിസ്മോനും ഖേദം പ്രകടിപ്പിക്കുന്നു. AIYF സമരത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് വേദനയുണ്ടായെങ്കിൽ ഖേദിക്കുന്നു. PM ശ്രീയിൽ ഒപ്പിട്ടത് ഞങ്ങളെയും വേദനിപ്പിച്ചെന്ന് AIYF സംസ്ഥാന സെക്രട്ടറിയും തുറന്നു പറയുന്നു. MOU റദ്ദാക്കാനാകുമോ എന്നുള്ളതാണ് അപ്പോഴും നിലനിൽക്കുന്ന ചോദ്യം. PM ശ്രീയുടെ MOU റദ്ദാക്കുന്നതിൽ സാങ്കേതിക കുരുക്കുകൾ നിരവധിയാണ്. കരാറിൽ അന്തിമ തീരുമാനം എടുക്കാനാവുക കേന്ദ്രത്തിന് മാത്രം എന്നിവയാണ് ഡാറ്റാ ഷീറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ. ഹർഷൻ, ഇതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു. വിവാദങ്ങൾ ഏതാണ്ടൊക്കെ കെട്ടടങ്ങിയെന്ന് വിചാരിച്ചു, പക്ഷെ അങ്ങനെ കെട്ടടങ്ങിയിട്ടില്ല. SFI വിടുന്ന മട്ടില്ല. AIYF പക്ഷേ ഖേദം പ്രകടിപ്പിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി. എന്താണ് ഈ മുന്നണി? അതല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പണ്ടൊക്കെ ഇങ്ങനെ അയൽപക്ക വഴക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം വളരെ പെട്ടെന്ന് അവർ തമ്മിൽ ഒത്തുചേരുന്ന, അതല്ലെങ്കിൽ പ്രശ്നം പരിഹരിച്ച്, അല്ലെങ്കിൽ കുടുംബ വഴക്കിന് ശേഷം കുടുംബാംഗങ്ങൾ തമ്മിൽ ഒത്തുചേരുന്ന നിമിഷങ്ങൾ പോലെയാണ് ഇന്നത്തെ ദിവസത്തെ പ്രതികരണങ്ങൾ മുഴുവൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അതിന് കാരണമുണ്ട്. കാരണം സാധാരണ ഇത്തരത്തിലൊരു വലിയ തർക്കമൊക്കെ ഉണ്ടായില്ല. ഇതങ്ങനെ നിസ്സാരമായ ഒരു കാര്യമല്ല. പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം CPIഎം എന്തോ വർഗീയതയോട് സന്ധി ചെയ്തു എന്ന മട്ടിലുള്ള മുദ്രാവാക്യം വിളികളൊക്കെ കേൾക്കേണ്ടി വരിക. ഈ വി ശിവൻകുട്ടി മിനിസ്റ്റർ പറഞ്ഞത് ശരിയാണ്. മിനിസ്റ്ററുടെ വീടിൻ്റെ വാതിക്കൽ കോലം കത്തിച്ചിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ട് വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ വർഗീയതയോട് സന്ധി ചെയ്തയാൾ എന്ന മട്ടിലാണല്ലോ. ഇതൊക്കെ സ്വാഭാവികമായും ഈ ഇരു കക്ഷികളെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതിനപ്പുറമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവും. അതിനോട് ഇത്രയും പെട്ടെന്ന് അങ്ങ് പൊരുത്തപ്പെടുന്ന സാഹചര്യം, ഈ പൊരുത്തപ്പെട്ട് കൊടുക്കുക എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു സാഹചര്യമൊക്കെ സാധാരണ മട്ടിൽ ഉണ്ടാവേണ്ടതല്ല. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഈ ഏതാനും ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. ഇനി ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതാപരമായി പെരുമാറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് ഇക്കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പിൻ്റെ വഴിയിലേക്ക് അവർ പോകുന്നത്. ഒരുമിച്ച് മുന്നണിയായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് അവർ ആ ഐക്യം വീണ്ടും ഊട്ടി ഉറപ്പിക്കാനും പ്രകടിപ്പിക്കാനും വേണ്ടിയുള്ള തത്രപ്പാടിലാണ് താനും. പക്ഷേ ഈ മുറിവൊന്നും അത്ര പെട്ടെന്ന് ഉണങ്ങുന്നതല്ല എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം ഇന്നിപ്പോൾ വി ശിവൻകുട്ടിയുടെ പ്രതികരണം തന്നെ നമുക്ക് കണ്ടാലറിയാം. അദ്ദേഹത്തെ അത് ഇത്രമേൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്ന്. മാത്രമല്ല, ഇത് ആ നിലയ്ക്കുള്ള വ്യക്തിപരമായ മുറിവുകളൊക്കെ പോകട്ടെ. ഇപ്പോൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിയ കാർഷിക സർവകലാശാലയുടെ കാര്യത്തിൽ എന്തു മറുപടിയുണ്ട് കൃഷി വകുപ്പിന് പറയാനെന്നുള്ള ചോദ്യം ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. മറ്റേത് ഈ ഒപ്പുവെച്ചതിൽ നിന്ന് പിന്മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി മന്ത്രിസഭാ ഉപസമിതിയെ രൂപീകരിക്കുന്നു. അതിൻ്റെ ചർച്ചകളുമൊക്കെയായി അത് മുന്നോട്ട് പോകുന്നു. ആ കാര്യത്തിന് അവിടെ ഒരു തീരുമാനമായിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിലൊരു തീരുമാനമായിട്ടില്ല. SFI സമരം തുടരുകയാണ്. അതിൽ കൃഷി വകുപ്പിന് നേരെയാണ് ഈ അമ്പുകളെല്ലാം ചെന്ന് വീഴുന്നത് എന്നുള്ള സാഹചര്യം. സത്യത്തിൽ അത് കൃഷി വകുപ്പിൻ്റെ ഒരു തീരുമാനമൊന്നുമല്ല. പക്ഷേ അത് കൃഷി വകുപ്പ് വിചാരിച്ചാലും അത്ര എളുപ്പത്തിൽ ആ തീരുമാനങ്ങളെയൊക്കെ തടയാൻ കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്കും വ്യക്തിപരമായി സംശയമുണ്ട്. പ്രത്യേകിച്ച് ബി അശോകിനെ പോലെ ഒരു വൈസ് ചാൻസലർ ഇരിക്കുന്ന കാർഷിക സർവകലാശാലയിൽ അത്ര എളുപ്പത്തിലൊരു ഇടപെടലും സാധ്യമല്ല. തീർച്ചയായും ആ ദേശീയ വിദ്യാഭ്യാസ നയം അവിടെ നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നത് മാത്രമേ ഇനി അവിടെ തൽക്കാലം നടക്കുന്ന സാഹചര്യവുമുള്ളൂ. അപ്പോൾ അതിൽ പക്ഷേ സർവകലാശാലയ്ക്കെതിരെയുള്ള സമരത്തിലും ഒരടി CPIക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഇനി എന്താവും ഇനി തുടർ നടപടികൾ എന്നത് സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ, ഇപ്പോൾ ഈ PM ശ്രീയിൽ നിന്ന് പിൻവാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ജനങ്ങളെ അങ്ങനെ ബോധ്യപ്പെടുത്താൻ തക്കവണ്ണമുള്ള ചില പരാമർശങ്ങളിലൂടെ അല്ലെങ്കിൽ ചില നീക്കങ്ങളിലൂടെ കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കി മുന്നോട്ട് പോകുന്നു തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ എന്നതൊഴിച്ചാൽ യഥാർത്ഥത്തിൽ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നതാണ് വാസ്തവം. ഇപ്പോൾ പഞ്ചാബിൻ്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞു. പഞ്ചാബിൻ്റെ ഏതാണ്ട് 500 ചില്ലുവാനും കോടി രൂപയാണ്, 580 കോടിയോളം രൂപയാണ് തടഞ്ഞു വെച്ചത്. അത്
വിട്ടുകിട്ടുന്നതിന് വേണ്ടി അതായത് ആദ്യഘട്ടത്തിൽ ഇതേ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. PMശ്രീയിൽ ഒപ്പിടുന്നു, അതിനുശേഷം അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് 4-5 തവണ കത്ത് കൊടുക്കുന്നു. പക്ഷേ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നില്ല. അതിനുശേഷം കേന്ദ്രത്തിന് വഴങ്ങുക തന്നെയാണ് അവർ തടഞ്ഞു വെച്ചു. SSA ഫണ്ട് തടഞ്ഞു വെക്കുന്നു, അതിനുശേഷം അത് ഒത്തുതീർപ്പിക്കുന്നു. ഇവിടെ അത് തന്നെയാണ്, ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന സാഹചര്യം 980 കോടി രൂപ തടഞ്ഞു വെച്ചിരിക്കുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തിനുള്ളത്. അപ്പോൾ ആ ഫണ്ട് എന്തായാലും ഇപ്പം ധാരാളം ക്ഷേമ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ തീർച്ചയായും എല്ലാ ഫണ്ടുകളും ആവശ്യമാണ്. പിന്നെ ഈ ഫണ്ട് നേരെ ക്ഷേമ പദ്ധതികൾക്ക് പോകുന്നതല്ല, അത് വേറൊരു തെറ്റിദ്ധാരണയാണ്. ഇന്നലെയൊക്കെ നടന്ന പല ചർച്ചകളിലും നമ്മൾ അങ്ങനെ കേട്ടു. അതായത് ഈ പൈസ വിട്ട് കിട്ടാതെ നമ്മൾക്കൊന്നും ചെയ്യാനാവില്ല, ശമ്പളം കൊടുക്കാനാവില്ല എന്ന് പറയുമ്പോൾ ക്ഷേമ പദ്ധതികൾ എങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത്? ഈ ഫണ്ടെല്ലാം പല വഴിക്ക് പല രീതിയിൽ വരുന്നതാണ്. ഒന്ന് ഇതിൻ്റെ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിൻ്റെ സാങ്കേതികമായ വശം, ഇതിൻ്റെ സോഫ്റ്റ്വെയർ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിൻ്റെ പ്രശ്നം, ഇങ്ങനെ 100 പ്രശ്നങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ് കിടക്കുന്ന സംഗതികളാണ്. അപ്പോൾ ഈ ഫണ്ട് ലഭിക്കാൻ തീർച്ചയായും PMശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോയേ പറ്റൂ. ആ ഫണ്ട് വച്ച് ഇനി അങ്ങോട്ട് SSK സമഗ്ര ശിക്ഷാ അഭിയാൻ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ ഫണ്ട് കിട്ടണമെങ്കിൽ ഈ PMശ്രീ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ തോന്നുന്നത്, PMശ്രീ എന്ന ബോർഡ് ഇപ്പോൾ പല മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്, PMശ്രീ എന്നുള്ള ബോർഡ് ഒരിക്കൽ വെച്ചാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല. മാറ്റണ്ട. ഇപ്പോൾ PMശ്രീ ഇപ്പോൾ ജവഹർ നവോദയ എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടായിരുന്നത്? ജവഹർ നവോദയ ഏത് ജവഹറിനെ ഉദ്ദേശിച്ചിട്ടാണ് ജവഹർ നവോദയ വന്നത്? അത് ജവഹർലാൽ നെഹ്റുവിനെ തന്നെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ PMശ്രീ ഇത് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ അത് എല്ലാ കാലത്തേക്കും നമ്മളിത് ജവഹർലാൽ നെഹ്റുവിനെ ഉദ്ദേശിച്ച് വെച്ചതാണെന്ന് അങ്ങ് കണക്ക് കൂട്ടിക്കോണം. അല്ലെങ്കിൽ PMശ്രീ എന്നത് നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ ഞാൻ പറയുന്നത്. ഈ മൊത്തം സംഭവവികാസങ്ങളുടെ അവസാനം എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. വർഗീയമായ കണ്ടൻ്റുള്ള വിദ്യാഭ്യാസ പദ്ധതി ഒരു കാരണവശാലും ഇവിടെ നടപ്പാക്കാൻ പാടില്ല. ഈ ദേശീയ വിദ്യാഭ്യാസ നയം എന്നത് ഇവിടെ നടപ്പാക്കേണ്ടി വരുമെങ്കിൽ ഒരു സംശയവും വേണ്ട, അതിലെ വർഗീയമായ സംഗതികൾ ഒഴിവാക്കി തന്നെ നടപ്പാക്കേണ്ടതുണ്ട്. ഒഴിവാക്കുന്ന ദേശീയ കരിക്കുലത്തിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ വിദ്യാർത്ഥികൾ പഠിക്കണമെന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പും കേരളത്തിലെ സർക്കാരും കേരളത്തിലെ സമൂഹവും ആഗ്രഹിക്കുന്നത് പഠിപ്പിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവണം. ഇതുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകും എന്നതിൻ്റെ ഉത്തരവാണല്ലോ ഇവിടുത്തെ +1 +2 സിലബസ്. അപ്പോൾ അതിൽ എന്താണ് കുഴപ്പമെന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാകുന്നില്ല. കാരണം ഒരു വലിയ സങ്കീർണമായ അവസ്ഥയിലേക്ക് നമ്മൾ ചെന്ന് നിൽക്കണോ എന്നതാണ് മനസ്സിലാവാത്ത ഒരു കാര്യം. അത് പരിഹരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. പിന്നെ ഇത് ഒരു പ്രശ്നമാണ് എന്നതിപ്പോൾ ചർച്ചയായിട്ടുണ്ടല്ലോ, ആ ചർച്ചയെ വീണ്ടും ശക്തമായി പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും വേണം. ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധി പറഞ്ഞു, നിങ്ങളിങ്ങനെ ആയാൽ പറ്റില്ല. ഇത് ഇവിടുത്തെ സർക്കാരിനോട് പറയുകയാണ്, അല്ലെങ്കിൽ ഇടതുമുന്നണിയോട് പറയുകയാണ്, നിങ്ങളിങ്ങനെ ആയാൽ പറ്റില്ല, 2 വള്ളത്തിൽ കാല് വെച്ച് നിൽക്കാൻ പാടില്ല, ഒരു കാര്യത്തിൽ നിങ്ങൾ വ്യക്തത വേണം, PMശ്രീയുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു വ്യക്തത വേണം, അത് പറയണം എന്ന് പറഞ്ഞു. സത്യത്തിൽ ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നു, ഇപ്പോൾ CPIയുടെ പ്രേരണയാലാണെങ്കിൽ കൂടി CPIഎമ്മും CPIയും ചേരുന്ന ഇടതുമുന്നണി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്താ? തൽക്കാലം ഇത് നടപ്പാക്കേണ്ടതില്ല, അത് നടപ്പാക്കാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ ആലോചിക്കാമെന്നാണ്. അതായത് നരേന്ദ്രമോദിയും പ്രിയങ്ക ഗാന്ധിയും നിൽക്കുന്ന വള്ളത്തിലേക്ക് തൽക്കാലം ഞങ്ങൾ കാലുവയ്ക്കുന്നില്ല എന്നല്ലേ അതിൻ്റെ ഉദ്ദേശം? അതായത് ആ വള്ളത്തിൽ പ്രിയങ്ക ഗാന്ധിയും ഉണ്ട്. ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയ, ഇപ്പോഴും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഫണ്ട് വാങ്ങുന്ന ഒരു പദ്ധതിയുടെ കാര്യമാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ വ്യക്തത ഇല്ലാതെയാണ്, ആശയ വ്യക്തത ഇല്ലാതെയാണ് പ്രിയങ്ക ഗാന്ധി അടക്കം ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മട്ടിലുള്ള പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് വളരെ ഉപരിപ്ലവമായ താൽക്കാലികമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള പ്രതികരണങ്ങളാണ്. അതിനപ്പുറത്ത് സംസ്ഥാനത്തിൻ്റെ വിശാലമായ താല്പര്യം തന്നെയാണ് കാണേണ്ടത്. ഒന്നുകിൽ തമിഴ്നാട് പൊരുതുന്നത് പോലെ പൊരുതണം. തമിഴ്നാടിന് വേറെയും പല കാരണങ്ങളുമുണ്ട്, ആ കാരണങ്ങൾ സത്യത്തിൽ കേരളത്തിനില്ല. അതല്ലെങ്കിൽ തമിഴ്നാടിനെ പോലെ GDPയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനമായിരിക്കണം കേരളം അങ്ങനെ ഒരു സംസ്ഥാനമല്ല. കാര്യം ഇവിടെ തനത് വരുമാനത്തിൽ വർധനയുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വാസ്തവമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് സത്യമാണ്. 30 വർഷത്തിനിടെ കടം വർദ്ധിക്കുന്നതിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇതെല്ലാമാണെങ്കിലും സംസ്ഥാനം സ്വന്തം കാലിൽ നിൽക്കാൻ തക്കണം പ്രാപ്തിയുള്ള ഒരു സംസ്ഥാനമായി മാറിയിട്ടില്ല. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് തീർച്ചയായും. ഇപ്പോൾ ഈ പറയുന്ന പോലെ 30,000 കോടിയുടെ ബാധ്യത കൂടിയാണ് ഈ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ അത് പ്രഖ്യാപിക്കരുത് എന്നാണോ? അതിപ്പോൾ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങൾ പ്രഖ്യാപിക്കുന്നത് പോലെ ഫ്രീ ബീസ് എന്നിപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്നത് കേട്ടു. ഫ്രീ ബീസ് എന്ന് 20 തവണ എങ്ങാണ്ട് ഒരു പരിപാടിയിൽ ആവർത്തിക്കുന്നത് കേട്ടു. അപ്പോൾ അത്തരത്തിലൊരു ഫ്രീ ബീസ് ഒന്നുമല്ല ഇത്. ഒരു പുരോഗമന സമൂഹം, ഒരു വികസിത സമൂഹം, ഒരു സാംസ്കാരികമായും നമ്മളെന്താണ്
ഒരു ഒപ്പം നിൽക്കുന്നയാളെ കൈപിടിച്ച് കൊണ്ടു നടക്കേണ്ടതാണ് എന്നുള്ള ബോധ്യത്തിൽ നിൽക്കുന്ന ഒരു സമൂഹം നടപ്പാക്കേണ്ട പദ്ധതികൾ തന്നെയാണ് ഇതെല്ലാം. അത് ഫ്രീബീസ് എന്ന കണക്കിൽ പെടുത്താൻ കഴിയില്ല. അത് ക്ഷേമ പദ്ധതികളാണ്. അത് മാത്രമല്ല, അത് ഈ ക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്രീബീസ് എന്ന് പറയുമ്പോൾ ഇന്ന് തീരുമാനിച്ച് നാളെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി കൊടുക്കുന്നതാണ്. ഇവിടുത്തെ ക്ഷേമ പദ്ധതികളുടെ സ്വഭാവം അങ്ങനെയല്ല. എപ്പോഴേ തീരുമാനിക്കപ്പെട്ട് ഘട്ടം ഘട്ടമായി നടപ്പാക്കി. അത് ഇവിടുത്തെ LDF UDF സർക്കാരുകൾ തുടർച്ചയായി കൊടുത്തുകൊണ്ടിരിക്കുന്ന, ഏതെങ്കിലും സർക്കാർ ഇത് വേണ്ട എന്ന് വെച്ച് അവസാനിപ്പിക്കാത്ത, ഇത് കേരളത്തിൻ്റെ മോഡലാണ്. ആ മോഡൽ എന്തായാലും ഒരു ഫ്രീബീസ് എന്ന നിലയ്ക്ക് നമുക്ക് ഒതുക്കാൻ കഴിയില്ല. അത് സാധാരണക്കാരൻ പാവപ്പെട്ടവന് കിട്ടേണ്ടതാണ്. ഒരു തെരഞ്ഞെടുപ്പ് തീർച്ചയായും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമൊക്കെ ഉണ്ടാകും. അതെന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാവുന്നത്? ഇടതുമുന്നണിക്ക് ഇത് കൊടുക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല ഈ സർക്കാർ ഭരിക്കുന്ന കാലത്ത്. കാരണം സാമ്പത്തികമായ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും വാഗ്ദാനം പാലിച്ചില്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നുള്ള തോന്നൽ കൊണ്ട് ചിലപ്പോൾ അത് ഈ ഘട്ടത്തിൽ വേഗത്തിലാക്കിയിട്ടുണ്ടാവാം എന്നുള്ളത് ഒഴിച്ചാൽ ഇതൊരു ഫ്രീബീസ് ഒന്നുമല്ല. അപ്പം ഞാനിത് രണ്ടും ചേർത്ത് പറയാൻ കാരണം ഇത് രണ്ടിനെയും ചേർത്ത് വെച്ചിട്ടാണ് ഇന്നത്തെ ദിവസത്തെ എല്ലാ ചർച്ചകളും പോകുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കളാണെങ്കിലും ഈ വിഷയം പറയുമ്പോൾ ഈ രണ്ടിനെയും ചേർത്ത് വെച്ചാണ് ഇന്ന് ഈ വിഷയങ്ങളെ അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് ഞാനും ഇത് രണ്ടും ചേർത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ PM ശ്രീയിൽ നിന്ന് പിൻവാങ്ങുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിൻ്റെ വിചിത്രമായ നിബന്ധനകളൊക്കെയാണ്. പക്ഷേ സമ്പൂർണ്ണമായ ഒരു നിയമ പോരാട്ടത്തിലൊക്കെ ആണ് കാര്യങ്ങൾ ഇനി പോകുന്നതെങ്കിൽ PM ശ്രീയിൽ ഒപ്പുവെച്ച ശേഷമുള്ള ഈ പിൻവാങ്ങൽ അടക്കമുള്ള വിഷയങ്ങൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാവുന്ന ഒരു സാഹചര്യം, ഏതെങ്കിലും ആ നിലയ്ക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നതെങ്കിൽ പുതിയ ചില കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാകും. അത് വേറൊന്നുമല്ല, ഈ കരാറിൽ ഇപ്പോൾ ഗവർണർ കണ്ടിട്ടില്ല, അതല്ലെങ്കിൽ ഇത് ഉദ്യോഗസ്ഥയാണ് ഒപ്പുവെച്ചതെന്നുള്ള സംശയം ചില നിയമവിദഗ്ധർ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് നിലനിൽക്കുക എന്നുള്ള സംശയം ചിലർ പറയുന്നുണ്ട്. അതല്ലെങ്കിൽ ഈ ഏകപക്ഷീയമായ ഒരു കരാർ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. അതായത് ഒരു കരാർ ആണെങ്കിൽ രണ്ട് കക്ഷികൾക്കും അതിനകത്ത് എന്തെങ്കിലും അവകാശം വേണമല്ലോ. ഇത് അവകാശം മുഴുവൻ കേന്ദ്ര സർക്കാരിനാവുന്ന ഒരു കരാർ എങ്ങനെയാണ് എന്നുള്ള സംശയമുണ്ട്. ഈ സംശയങ്ങൾ ഈ നിലയ്ക്ക് ആ സംശയങ്ങളിലൊരു വ്യക്തത വന്നേക്കാം ഈ മന്ത്രിസഭാ ഉപസമിതിയെ കൊണ്ടൊക്കെ എന്ന് നമുക്ക് കരുതാം. പക്ഷേ എളുപ്പമല്ല കാര്യങ്ങൾ. ഉറപ്പായി എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. ഈ തർക്കങ്ങൾ എന്തായാലും പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് LDFന് നല്ലത്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. നേതാക്കൾ മേൽത്തട്ടിൽ തർക്കങ്ങൾ പരിഹരിച്ച് കെട്ടിപ്പിടിച്ചിരുന്നാലും അണികൾക്കുണ്ടായ മുറിവ് അങ്ങനെ എളുപ്പത്തിൽ ഉണങ്ങില്ല. കടുത്ത പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വേഗത്തിൽ പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്നതാണ് ആ മുന്നണിയെ സംബന്ധിച്ച് വളരെ നല്ലത്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഹർഷൻ, ഇപ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ വന്നു. നമ്മൾ സമീപകാലത്ത് ഒരു സർക്കാരും ബജറ്റിൽ പോലും പ്രഖ്യാപിക്കാത്ത വിധത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഇന്നലെ മുഖ്യമന്ത്രി ഒരൊറ്റ മണിക്കൂറിൽ നടത്തിയിട്ടുള്ളത്. അതിന് പിന്നിൽ ഒരുപാട് ആലോചനകൾ ഉണ്ടാകാം. ഹർഷൻ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ടൈമിംഗ് ഉൾപ്പെടെ അവർ ചൂസ് ചെയ്തതായിരിക്കാം. പക്ഷേ അപ്പോഴും ഇതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ കരുതുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പായിരിക്കും എന്നുള്ളതാണ്. ആത്യന്തികമായി ഈ സർക്കാരിനൊരു തുടർച്ച ഉണ്ടാവുക, മൂന്നാം പിണറായി അല്ലെങ്കിൽ LDF സർക്കാർ ഉണ്ടാവുക എന്നുള്ളതാണല്ലോ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൂന്നാം സർക്കാർ ഉണ്ടാകണം എന്ന് അവർ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ മുഖ്യമന്ത്രി ഇന്നലെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾ, ഒന്ന്, ഞങ്ങൾക്കൊരു തുടർച്ചയുണ്ടായി. അതായത് 2016 വന്ന സർക്കാരിന് ഒരു തുടർച്ചയുണ്ടായതുകൊണ്ടാണ് ഈ സർക്കാരിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വീണ്ടും ഒരു തുടർച്ച ഉണ്ടാകണം ഈ ക്ഷേമ പദ്ധതികൾ നിലനിൽക്കുന്നത് എന്നുള്ളതാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനെ പ്രതിപക്ഷത്തിന് എങ്ങനെ കൗണ്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിൻ്റെ ഒരു പരീക്ഷണശാലയായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സാമിനേഷൻ ഹാളായി മാറുക എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പായിരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ ഇത് വ്യക്തമാവുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടാണ്, വേഗത്തിൽ അവസാനിപ്പിക്കാം. PM ശ്രീയിൽ അങ്ങനെ എളുപ്പത്തിൽ കേരളത്തിന് പിന്നോട്ട് പോകാനാവില്ല. ഹർഷൻ പറഞ്ഞ പോലെ പഞ്ചാബിൻ്റെ ഉദാഹരണം മുന്നിൽ നിൽക്കുകയാണ്. പഞ്ചാബ് പിന്മാറിയ ശേഷം SSK ഫണ്ട് വീണ്ടും, ആദ്യം തടഞ്ഞ SSK ഫണ്ടിന് വേണ്ടിയിട്ടാണ് അവർ ഒപ്പുവെച്ചത്. SSK അല്ല, SSA, സർവശിക്ഷാ അഭിയാൻ ഫണ്ട്, പഞ്ചാബിൻ്റെതായ ഫണ്ട്. അതിനുശേഷം അവർ ഒപ്പുവെച്ചു, പിന്നീട് അവർ പിന്മാറി. ഇതുപോലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അങ്ങനെ പിന്മാറി. അരവിന്ദ് കെജ്രിവാളിൻ്റെ സമ്മർദ്ദം ഉണ്ടായിരുന്നു, അങ്ങനെ അവർ പിന്മാറി. വീണ്ടും പോയി ഒപ്പുവെക്കേണ്ട അവസ്ഥ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ സോഫ്റ്റ്വെയർ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ വിചിത്രമായ വാദഗതികൾ അല്ലെങ്കിൽ ഉടമ്പടികളാണ് വെച്ചിട്ടുള്ളത്. ഡൽഹി കോടതിയിൽ മാത്രമേ ഈ കേസ് നടത്താൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒന്നെങ്കിൽ പട്ടിയാല ഹൗസ് കോടതി പോകണം, അല്ലെങ്കിൽ സുപ്രീം കോടതി പോകണം. അപ്പോൾ അവിടെ പോയി കേസ് നടത്തേണ്ടി വരും. അതിന് പിന്നാലെ ഈ ഫണ്ട് തടഞ്ഞു വെക്കും. ഈ കേസൊക്കെ വിധിയായി വരുത്താൻ എത്ര നാൾ എടുക്കുമെന്ന് അറിയില്ല. അതിനുള്ളിൽ ജനവിധി എഴുതപ്പെടും. അപ്പോൾ കാത്തിരുന്ന് കാണാം. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറൽ സംസ്ഥാന സർക്കാരിന് ശ്രമകരമാകുമെന്ന് വിഷയം പഠിച്ച എല്ലാവർക്കും വ്യക്തമാണ്. പിന്മാറ്റ തീരുമാനം കൈക്കൊള്ളാൻ സംസ്ഥാന സർക്കാരിന് ഒറ്റയ്ക്ക് സാധിക്കില്ലെന്ന് വ്യക്തമാണ്. CPIM-ഉം CPI-യും വിട്ടുവീഴ്ച ചെയ്താണ് ധാരണയിലെത്തിയതെന്ന് MA ബേബി ഇന്ന് ഓർമ്മിപ്പിച്ചത് വെറുതെയല്ല. അതായത് പിന്മാറിയേ തീരുവെന്ന CPI-യുടെ പിടിവാശി യാഥാർത്ഥ്യബോധമുള്ളതല്ലെന്നും പിന്മാറ്റത്തിനും നടപ്പാക്കലിനും ഇടയിൽ ഒരു മധ്യസ്ഥാനത്ത് ഇരു പാർട്ടികൾക്കും എത്തേണ്ടി വരുമെന്നും അർത്ഥം. ഇതെല്ലാം പറയുമ്പോഴും വൻ പ്രതിസന്ധികളുടെ സമയത്തെ പിണറായിയുടെ ആ ട്രബിൾ ഷൂട്ടിംഗ് ശേഷിയെ അഭിനന്ദിക്കാതെ വയ്യ. പൊട്ടിത്തെറിയുടെ വക്കിൽ നിന്ന മുന്നണിയിലെ നേതാക്കൾ ഇപ്പോൾ കലാപക്കൊടി താഴെ വെച്ച് പരിഭവം പറച്ചിലും ഖേദപ്രകടനത്തിലും എല്ലാം എത്തി നിൽക്കുകയാണല്ലോ. സർക്കാരിന്റെ ക്ഷേമ പദ്ധതി പ്രഖ്യാപനങ്ങൾ എല്ലാ അർത്ഥത്തിലും ഗെയിം ചേഞ്ചറും വമ്പൻ ട്വിസ്റ്റുമായിരുന്നു. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട്, പൊള്ളയായ വാഗ്ദാനങ്ങൾ എന്നതിനൊക്കെ അപ്പുറം ഒരു ഘനമുള്ള പ്രതിരോധം ഉയർത്താൻ പ്രതിപക്ഷത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല.
അധികാരത്തിലെത്താൻ പോകുന്ന കോൺഗ്രസ് സർക്കാരിന് ബാധ്യതയാകും വിധമുള്ള പ്രഖ്യാപനങ്ങളെന്ന് പോലും പറയുന്നു മുതിർന്ന നേതാക്കൾ. 6 മാസം ഇനിയും പിണറായി സർക്കാരിന് ബാക്കിയുണ്ട്. അതിനുള്ളിൽ സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം മറികടന്ന് പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പാക്കുകയാകും പിണറായി സർക്കാരിന്റെ അടുത്ത ബാധ്യത.